പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഒരു സോളാർ ഇൻവെർട്ടർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് നമ്മൾ വാട്സാപ്പിലൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അല്ലാതെ വിളിച്ചും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഒരു സോളാർ ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യാം, അതിനെന്തൊക്കെ വേണം? ഒരു സോളാർ ഇൻവെർട്ടർ വേണം. ഇത് SPS-ൻ്റെ സോളാർ ഇൻവെർട്ടറാണ്. SPS-ൻ്റെ 3000 VA ഒരു ഇൻവെർട്ടറാണ്. അതുപോലെ തന്നെ അപ്പോൾ ഒരു ഇൻവെർട്ടർ നമുക്ക് വേണം. പിന്നെ സോളാർ പാനൽ നമുക്ക് നമ്മളെ ബാറ്ററി കൊടുക്കുന്നതിന് അനുസരിച്ചായിരിക്കണം നമ്മൾ സോളാർ പാനൽ നമ്മളിതിൽ കണക്ട് ചെയ്യേണ്ടത്. 150 4 ബാറ്ററിയാണ് ഇതിലെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻവെർട്ടർ നമുക്ക് 24 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഇൻവെർട്ടറാണ്. അപ്പോൾ 4 ബാറ്ററി എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഞാനിത് പാരലായിട്ട് ചെയ്ത് വെച്ചിങ്ങനെയാണ്. 150 2 ബാറ്ററി വീതം പാരൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 300 24 വോൾട്ടിൻ്റെ സിസ്റ്റമാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം ബാറ്ററി, സോളാർ ഇൻവെർട്ടർ, അതുപോലെ തന്നെ മെയിനായിട്ടുള്ള സാധനം സോളാർ പാനലും ഈ MPPT ആണ്. അപ്പോൾ ഇത് LO40 എന്ന് പറയുന്നൊരു മോഡലാണ് SPS-ൻ്റെ. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. കാര്യം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. നമ്മൾ തന്നെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലിപ്പോൾ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. പിന്നെ റിലേ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്വിച്ചും കൂടിയുണ്ട്. ഇവിടെ ഈ സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് നമുക്ക് ലിഥിയം ബാറ്ററിയെ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചാർജിങ് വോൾട്ടേജ് ആംബിയറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പോർട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് കണക്ഷനൊക്കെ കൊടുക്കേണ്ടത്. അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഒരു MPPT, ഒരു ഇൻവെർട്ടർ, ബാറ്ററി, പിന്നെ അതുപോലെ തന്നെ സോളാർ പാനൽ. ഇത് ബാറ്ററിക്ക് അനുസരിച്ച് നമുക്ക് സോളാർ പാനലും കൂടി നമ്മൾ സെലക്ട് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഒരു 550 വാട്ട്സിന് മുകളിലോട്ടുള്ള സോളാർ പാനൽ വാങ്ങിച്ച് വയ്ക്കാൻ ശ്രമിക്കണം. എങ്കിൽ വലിയ നമുക്ക് ഉപയോഗമുള്ളൂ. അപ്പം അതുപോലെ തന്നെ ഇപ്പം 24 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻവെർട്ടറാണ് ചെയ്യണത്. അപ്പം നമുക്ക് 12 വോൾട്ടിൽ ഒറ്റ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഇൻവെർട്ടർ നമുക്ക് സെറ്റ് ചെയ്യാം. അതിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതുപോലുള്ള സാധനങ്ങൾ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇൻവെർട്ടർ 12 വോൾട്ട് ആയിരിക്കണം. ബാറ്ററി ഒരു ബാറ്ററി അല്ലെങ്കിൽ 2 ബാറ്ററി ആണെങ്കിൽ പാരൽ ചെയ്ത് വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് നമ്മൾ ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു DC ബ്രേക്കർ വേണം. സോളാർ പാനൽ നമ്മൾ ഈ ഒരു DC MCBയിലോട്ട് വന്നിട്ട് ഇതുവഴിയാണ് നമ്മൾ MPPTയിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അത് പിന്നെ നമുക്ക് കുറച്ച് കേബിൾസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അത് വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഇനി ഇതിൻ്റെ കണക്ഷനൊക്കെ എങ്ങനെയാണ് കൊടുക്കണമെന്ന് ഒന്ന് പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം, കാര്യമെങ്കിലേ മനസ്സിലാവും. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും കൂടി ഒന്ന് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് കാണിക്കാം. നമ്മൾ ബാറ്ററി, അപ്പോൾ ഞാനിതിൽ 150 4 ബാറ്ററി പാരൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ബാറ്ററി സിസ്റ്റമാണ് ഇത്, 24 വോൾട്ട്. അപ്പോൾ നമ്മൾ 4 ബാറ്ററി പാരൽ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇത് ഈ ഒരു ബാറ്ററിയിൽ തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ലെഗ് പോസിറ്റീവും ഈ ഒരു സൈഡ് നെഗറ്റീവ്. അപ്പോൾ ഈ ബാറ്ററിയിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സീരിയൽ കണക്ഷൻ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ അത് അറിയില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, പറഞ്ഞുതരാം. ഇപ്പോൾ 2 ബാറ്ററി ആണെങ്കിൽ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും കൂടെ ഇതുപോലെ ഒരു ഇതുപോലെ ഒരു വയറിട്ട് ജോയിൻ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ 24 ആവും. അപ്പം ഇതിൻ്റെ 2 എൻഡ് 24 ആവും. അപ്പോൾ ഒറ്റ ബാറ്ററി ആണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി പാരൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് രണ്ടും കൂടി പാരൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിവിടെ പോസിറ്റീവും ഇത് നെഗറ്റീവും. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ പുറകെ സൈഡ് ഇതുപോലെയാണ്. അപ്പോൾ ഇത് ബാറ്ററിയിലേക്ക് കൊടുക്കുന്ന പോസിറ്റീവും ഇത് നെഗറ്റീവുമാണ്. അപ്പോൾ ഇതൊരു ഫാനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻവെർട്ടറിനെ കുറിച്ചല്ല പറയുന്നത്, അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും വലുതായിട്ട് പറയുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇതിലിപ്പോൾ ഫേസ് ഇന്ന് ഫേസ് ഔട്ട് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഫേസ് ഇന്ന്. കണക്ടർ ഈ കാണുന്നത് ഫേസ് ഇന്ന്. ഫേസ് ഇന്ന് നമ്മൾ KSEBന്ന് നമ്മൾ ഇൻവെർട്ടറിലേക്ക് കൊടുക്കുന്ന ഫേസ് ഇന്ന്. ഇത് ന്യൂട്രൽ വയർ, ഇത് ഫേസ് ഔട്ട്. ഇപ്പോൾ സാധാരണ ഇതുപോലെ ആയിരിക്കും നമ്മളെ വീടുകളിലൊക്കെ ഇൻവെർട്ടറിൻ്റെ ലൈൻ ഇട്ടിരിക്കുന്നത്. വീട്ടിലേക്ക് കൊടുക്കുന്ന ലോഡും ഇത് നമ്മൾ ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന KSEBിൽ നിന്ന് വരുന്ന കേബിളും, KSEBിൽ നിന്ന് വരുന്ന ഫേസും ഇത് ഔട്ടുമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിരിക്കും സാധാരണ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് വരുന്ന ഇപ്പോൾ ഇൻപുട്ടിൽ നിന്ന് ഇപ്പം KSEBിൽ നിന്ന് വരുന്ന വയറാണ് നമുക്ക് ഇവിടെ കാണുന്ന ഈ ഫേസ് ഇന്നായിട്ട് കൊടുക്കേണ്ടത്.
അപ്പം ഈ ഒരു ഫേസ് ഔട്ട്, അപ്പം 3 വയർ മതി. 3 വയർ ആണ് നമുക്ക് വന്നത്. ഒരു ഔട്ട്, ഒരു ഇന്ന്, ഒരു ന്യൂട്രൽ വയർ. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് കൊടുക്കണതെന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ MPPT ഇൻവെർട്ടറും കൂടെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യണം. ആദ്യം നമുക്ക് സോളാർ പാനൽ MPPTയിലേക്ക് കണക്ട് ചെയ്യരുത്. നമുക്ക് ആദ്യം നമ്മൾ MPPT ആണ് നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. സോളാർ പാനൽ MPPTയിലേക്ക് ആദ്യം കണക്ട് ചെയ്യരുത്. MPPT ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ സോളാർ പാനൽ കണക്ട് ചെയ്യാവൂ. അപ്പോൾ നമുക്ക് ഇതുപോലൊരു രണ്ട് കേബിൾ നമുക്ക് MPPTയിൽ നിന്നും ബാറ്ററിയിലേക്ക് കൊടുക്കാൻ വേണ്ടി 2 കേബിൾ വേണം. അപ്പോൾ 2 കളർ വയറില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു വയറിൽ 2 എൻഡിലായിട്ട് ഒരു ചുവന്ന സെലോ ടേപ്പ് ഒട്ടിച്ച് പോസിറ്റീവ് അടയാളപ്പെടുത്തി ഇട്ടേക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ വയർ മാറിപ്പോയി കഴിഞ്ഞാൽ, പൊളാരിറ്റി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റങ്ങളൊക്കെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാനതിൽ സോളാർ പാനലിൻ്റെ വയറിലും ഇതുപോലെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്തിട്ട് കഴിഞ്ഞാൽ മാറിപ്പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. പിന്നെ അറിയുന്ന ആൾക്കാർ കാണുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്നതിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ നമുക്കും അത് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ നമുക്കിത് കൊടുക്കാം. നമ്മൾ MPPTയിൽ ഇതുപോലൊരു ഷീൽഡ് കാണും. അപ്പോൾ ഇവിടെ ഈ 2 സ്ക്രൂ കാണും. അപ്പോൾ ഞാൻ സ്ക്രൂ ഒക്കെ അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ബാറ്ററി ഇവിടെ കാണാം. ബാറ്ററി പോസിറ്റീവ്, ബാറ്ററി നെഗറ്റീവ്, ബാറ്ററി പോസിറ്റീവും ബാറ്ററി നെഗറ്റീവും കാണാം. അപ്പോൾ ആ ബാറ്ററി പോസിറ്റീവിൽ നമ്മൾ റെഡ് വയർ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കണം, നേരെ ഊരി പോരണമെന്ന് നോക്കിക്കൊള്ളണം. അത് കഴിഞ്ഞ് ബാറ്ററി നെഗറ്റീവ് കൊടുക്കണം. പൊളാരിറ്റി മാറിപ്പോകല് ബാറ്ററിയിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് സെലോ ടേപ്പ് ഒട്ടിച്ച് നമ്മൾ ഈ ഒരു അടയാളപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. നമ്മളെ MPPTയിലേക്കുള്ള കണക്ഷൻ വന്ന് തിരക്കിയിട്ടുണ്ട്. ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവും പോസിറ്റീവും മാറിപ്പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെ സിസ്റ്റം കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഇൻവെർട്ടറിൻ്റെ പോസിറ്റീവ്, MPPTയുടെ പോസിറ്റീവ് ഒരേ കണക്കിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും മാറിപ്പോകരുത്. അത് മാത്രം നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് സമയമെടുത്ത് ആലോചിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് നമ്മളോട് വിളിച്ച് സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ദൂരം കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ തന്നെ പറഞ്ഞു തരാം, സ്വന്തമായിട്ട് അപ്പോൾ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാരൊക്കെ അങ്ങനെയും ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ബാറ്ററിയുടെ നെഗറ്റീവ് നമ്മൾ MPPTയുടെ നെഗറ്റീവും കൂടി കൊടുക്കണം. അപ്പോൾ ഇത് ചെറിയൊരു സ്പാർക്ക് വരും. അപ്പോൾ അതൊന്നും പേടിക്കണ്ട, ചെറിയൊരു സ്പാർക്ക് വരുള്ളൂ. ഇൻവെർട്ടറിൻ്റെ കൊടുത്തിട്ടുണ്ട്. MPPTയുടെ കൊടുക്കുമ്പോൾ ചെറിയൊരു സ്പാർക്ക് വരും. കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെഗറ്റീവും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ കൊടുക്കുമ്പോൾ സ്പാനറൊന്നും ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി തട്ടിക്കളയിൽ നല്ല രീതിയിൽ സ്പാർക്ക് ഉണ്ടാവും. ആംബിയർ കൂടിയ ബാറ്ററി ആണെങ്കിൽ പ്രശ്നമാണ്. അപ്പം വേറൊരു കാര്യം കൂടി പറയാം. നിങ്ങൾ ലെഡ് പുതിയതായിട്ട് ചെയ്യുന്നവരൊക്കെ ലിഥിയത്തിലോട്ട് മാറുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ നമുക്ക് ഈ 4 ബാറ്ററി ഇവിടെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴൊന്നും. അപ്പോൾ പിന്നീട് മാറുമ്പോഴത്തേക്കും നമ്മൾ ലിഥിയത്തിലേക്ക് മാറും. ഇപ്പോൾ നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററിയാണ് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്നത്. അപ്പം ബാറ്ററിയുടെ ഇത് പോസിറ്റീവ്, നെഗറ്റീവ്, അപ്പോൾ അത് രണ്ടും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻവെർട്ടർ ഓൺ ആയിട്ടുണ്ട്, MPPT ഓൺ ആയിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാം. നമ്മളെ MPPT നമ്മളെ സ്വിച്ച് ഓണാക്കി വെക്കാം. അതാണ് ഓൺ ഓഫ് സ്വിച്ച്. അപ്പോൾ MPPT ഓൺ ആയിട്ടുണ്ട്. SPS-ൻ്റെ LO40 എന്ന് പറയുന്നൊരു മോഡലാണ്. ഇൻവെർട്ടർ ഓൺ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഓണാക്കി ഇൻവെർട്ടർ ഓണാണ്. സിസ്റ്റം ഓൺ ആയിട്ടുണ്ട്. ഔട്ട്പുട്ട് 220 വോൾട്ട്, ലോഡ് 0. അപ്പോൾ നമ്മൾ ലോഡൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഹീറ്റ് എടുത്തത് നമുക്ക്
ഇതിൽ നമുക്ക് സോളാർ പാനൽ നമുക്ക് കണക്ട് ചെയ്യാം. സോളാർ പാനൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഓരോ ഘട്ടമായിട്ടാണ് പറയണത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ലെഗ് ക്രിമ്പ് ചെയ്താണ് വച്ചിരിക്കുന്നത്. ക്രിമ്പ് ചെയ്യാൻ പറ്റാത്തവർ സോൾഡർ ചെയ്ത് ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലൊരു DC MCB നമുക്ക് വേണം. DC MCB നമുക്ക് 2-3 പാനലൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് DC MCB വേണം. ഒരു പാനലാണെങ്കിലും DC MCB വയ്ക്കുന്നത് നല്ലതായിരിക്കും. എഴുതിയിട്ടുണ്ട് നെഗറ്റീവും പോസിറ്റീവും നമ്മൾ ഈ MCBയിൽ എഴുതിയിട്ടുണ്ട്. ഹാവൽസിൻ്റെ MCB ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു MCB ആണ്. അപ്പോൾ നമ്മളത് കൂടുതലായിട്ട് നമ്മളത് ഇതാണ് ഉപയോഗിക്കുന്നത്. നെഗറ്റീവ് ഈ ഒരു സൈഡാണ്. പോസിറ്റീവ് നമ്മളത് ഇവിടെ കൊടുക്കണം. നെഗറ്റീവ് ഇതിലും കൊടുക്കണം. ഓക്കെ. ഈ കേബിളിൻ്റെയൊക്കെ എൻഡിലായിട്ട് നമ്മൾ ഈ ടാപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് മാറിപ്പോകില്ല വയർ. അല്ലെങ്കിൽ പിന്നെ മൾട്ടിമീറ്ററൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. മൾട്ടിമീറ്റർ ഇല്ലെങ്കിൽ വയർ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കേബിൾ മാർക്ക് ചെയ്ത് പോകണം. നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ MPPTയിൽ ഇരിക്കണം. നമ്മൾ എഴുതിക്കുന്ന ഭാഗത്ത് നെഗറ്റീവും പോസിറ്റീവും വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അവിടെ കറക്റ്റായിട്ട് നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് പിടിച്ചു വെക്കണം. അപ്പോൾ ഊരി വരണമെന്ന് നോക്കിക്കൊള്ളണം. സോളാർ പാനലിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് കറക്റ്റായിട്ട് കൊടുത്തേക്കണം. ഇനി നമുക്ക് സോളാർ പാനലിൻ്റെ കേബിളും കൂടി കൊടുക്കാം. അപ്പോൾ നമ്മൾ MCB ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി സോളാർ പാനലിൻ്റെ കേബിൾ കൊടുക്കാം. പാനലിൽ നിന്ന് വരുന്ന അപ്പോൾ പാനൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് മുകളിലാണ് വച്ചിരിക്കുന്നത് സോളാർ പാനൽ. അപ്പോൾ സോളാർ പാനലിൻ്റെ വോൾട്ടേജ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോളാർ പാനലിലും നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് നെഗറ്റീവും പോസിറ്റീവും. 45.6 വോൾട്ട് ഉണ്ട്. അപ്പോൾ 24 ആയിട്ടാണ് നമ്മൾ പാനൽ കണക്ട് ചെയ്തേക്കുന്നത്. 550 വാട്ട്സിൻ്റെ വാരിയിൽ 2 പാനൽ നമ്മൾ പാരലൽ ചെയ്താണ് കൊടുത്തേക്കുന്നത്. സീരിയൽ ചെയ്തും കൊടുക്കാം, പാരലൽ ചെയ്തും കൊടുക്കാം. സീരിയൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അധികം വരുന്ന വോൾട്ടേജിനെ കൺവെർട്ട് ചെയ്ത് ആംബിയറായിട്ട് നമുക്ക് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യും. പക്ഷേ നമ്മൾ ഈ ഒരു MPPT 40 ആംബിയറിൻ്റെയാണ്. അപ്പം നമുക്ക് 24 വോൾട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാലും ഏകദേശം 40 ആംബിയർ അടുപ്പിച്ച് നമ്മളെ ബാറ്ററി ചാർജ് ആകും. അപ്പോൾ കൂടുതലായി നമുക്ക് സീരിയലായിട്ട് കൊടുക്കേണ്ട കാര്യം പറഞ്ഞില്ല. സീരിയലായിട്ട് കൊടുക്കുന്നവർക്ക് കൊടുക്കാം, ഇല്ലാത്തവർക്ക് പാരലായിട്ടും കൊടുക്കാം. അപ്പോൾ ഒരു പാനലൊക്കെ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് നോക്കിക്കൊള്ളണം, ഇതിൻ്റെ നെഗറ്റീവ് നോക്കിക്കൊള്ളണം. നമ്മളത് ഈ വലത് സൈഡിലാണ് പോസിറ്റീവ് വന്നിരിക്കുന്നത്. അപ്പോൾ വയർ തമ്മിൽ ടച്ചായി കഴിഞ്ഞാൽ നല്ലൊരു സ്പാർക്ക് വരും. ഇപ്പം വെയിൽ കുറവാണ്. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നെഗറ്റീവ്. പോസിറ്റീവിൻ്റെ നേരെ കൊടുക്കണം, മാറിപ്പോവല്. അടുത്തത് നമ്മൾ നെഗറ്റീവ് വയറും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് വയർ ഇത് കൊടുക്കുമ്പോൾ അത്യാവശ്യം സുരക്ഷിതമായിട്ട് വേണം കൊടുക്കാൻ. കാര്യം നമ്മൾ ഇൻവെർട്ടറിലേക്ക് AC ലൈനൊക്കെ കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് കറക്റ്റായിട്ട് കൊടുക്കണം. ഷോക്ക് അടിക്കാതെയൊക്കെ വേണം കൊടുക്കാൻ. അപ്പോൾ ഇനി ഇതൊന്ന് ഓണാക്കാം. ഓണാക്കിയിട്ടുണ്ട്, കത്തിയിട്ടുണ്ട്. പറഞ്ഞുതരാം. സോളാർ വോൾട്ട് ഇപ്പം സോളാർ ഇൻപുട്ട് 11.2 ആംബിയറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ 16 ആംബിയറിൽ നമുക്ക് നമ്മുടെ ബാറ്ററി ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ ഇപ്പം വെളിച്ചം കുറവാണ്.
സോളാർ ഔട്ട്പുട്ട് 390 400 വാട്ട്സ് അടുപ്പിച്ച് നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇതിപ്പം നമ്മൾ റിലേ സ്വിച്ച് ഇതാ ഓണാക്കിയിട്ടില്ല, അത് ഓണാക്കാം. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം വെയിൽ വരികയാണെങ്കിൽ ബാറ്ററിയൊക്കെ ചാർജ് ഉള്ളതുകൊണ്ട് ബാറ്ററി വോൾട്ട് 25.7 വോൾട്ട് ഉണ്ട്. അപ്പോൾ റിലേ ഓണാവും. അപ്പോൾ നമുക്ക് റിലേ സ്വിച്ച് ഓണാക്കി ഇട്ടേക്കാണ്. അപ്പോൾ ഇതുവരെയുള്ള കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി കുറച്ച് പരിപാടികളും കൂടെ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മളെ ഇൻവെർട്ടർ നമ്മളെ ഗ്രിഡുമായിട്ട് കണക്ട് ചെയ്യണം. നമുക്ക് ഗ്രിഡുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പം നമുക്കിപ്പം ഇതുപോലൊരു പവർ പ്ലഗ് ആണ് നമ്മളെ ഗ്രിഡിൽ കൊടുക്കേണ്ടത്. അപ്പം 16 ആമ്പിയറിൻ്റെയൊക്കെ പവർ പ്ലഗ് വേണം കൊടുക്കാൻ, അല്ല 16 ആമ്പിയറിൻ്റെയൊക്കെ പ്ലഗ് വേണം കൊടുക്കാൻ. ഇപ്പോൾ 4-ൻ്റെ വയറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം മെയിനൊക്കെ കൊടുക്കുമ്പോൾ 4-ൻ്റെ വയർ തന്നെ കൊടുക്കണം. അപ്പോൾ ഇതുപോലൊരു കേബിൾ നിങ്ങളെടുത്ത് സെറ്റ് ചെയ്യണം. ഇതുപോലെ 2 വയറിട്ട് 2 കേബിൾ സെറ്റ് ചെയ്യണം. ഇനിയാണ് നമ്മളെ ഇൻവെർട്ടറിൻ്റെ ഗ്രിഡിലേക്കും MPPTയിലേക്കും കൊടുക്കേണ്ടത്. അപ്പോൾ ഈ വരുന്ന വയറാണ് നമ്മൾ MPPTയിലും കൊടുക്കണം, നമുക്ക് നമ്മളെ ഇൻവെർട്ടറിലും കൊടുക്കണം. ആദ്യം ഇൻവെർട്ടറിൻ്റെ ഫേസ് ഇൻ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് കൊടുക്കണം. ഇൻവെർട്ടറിൻ്റെ ഫേസ് ഇൻ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് കൊടുക്കണം. നിങ്ങൾ 1 മിനിറ്റ്. നമ്മൾ ഈ വയറൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ക്രംപ് ചെയ്ത് വേണം കൊടുക്കാൻ. അപ്പോൾ ക്രംപ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ സ്ലീവ് ഇതുപോലെ ഇരിക്കും. വേണ്ട. അപ്പോൾ വയർ 2 കളർ ഇടാൻ വേണം, അല്ലെങ്കിൽ മാറിപ്പോ ഇരിക്കണം. നമ്മളെ ഈ ടോപ്പിൽ തന്നെ വയർ കൊടുക്കുമ്പോഴത്തേക്കും ലൈന് ന്യൂട്രൽ നോക്കിക്കൊള്ളണം. അപ്പോൾ ലൈനിൽ റെഡ് കൊടുക്കണം, ന്യൂട്രലിൽ ബ്ലാക്കും കൊടുക്കണം. അപ്പോൾ ഇത് തൊട്ടേ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആ രീതിയിൽ വയർ കൊടുക്കുക. കാര്യം ഇതിൽ റെഡ് വയറാണ്. അപ്പോൾ ഇതിൽ വരുന്ന ഈ പോസിറ്റീവ് റെഡ് വയറാണ് നമ്മൾ കട്ട് ചെയ്ത് MPPTയിലേക്ക് കൊടുക്കേണ്ടത്. ഇന്നിലേക്ക് നമ്മൾ പോസിറ്റീവ് വയർ കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അടുത്ത് നമ്മളെ ന്യൂട്രൽ വയർ. ന്യൂട്രൽ കോമൺ ആണ് കേട്ടോ, കോമൺ ന്യൂട്രലാണ്. അപ്പോൾ അതിൽ 2ഉം കൂടി നമുക്ക് കൊടുക്കാം. നമുക്ക് വീട്ടിലേക്ക് ചിലപ്പോൾ ഓരോ വയറേ കാണുള്ളൂ, അപ്പോൾ ഓരോ വയറായിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ 2 വയർ കൊടുക്കുന്ന ഒരു പാടാണ്. നമ്മളെ ക്രംപ് ചെയ്ത ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രംപ് ചെയ്ത ഭാഗം കട്ട് ചെയ്ത് 2 വയർ അടിക്കണമെങ്കിൽ ഇതുപോലുള്ള കണക്ടർ കിട്ടും. അപ്പോൾ 2 വയർ ഇങ്ങനെ കയറ്റി വെച്ച് നമുക്ക് ക്രംപ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതിപ്പം അഴിച്ച് മാറ്റണമുണ്ട്, അങ്ങനെ ചെയ്യണില്ല. നമുക്ക് ന്യൂട്രലും കൂടി ഇതുപോലെ ചെയ്യണം. ന്യൂട്രലും കൂടി ഇതുപോലെ ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇൻപുട്ടായി ഔട്ട്പുട്ടായി. ഔട്ട്പുട്ടിൻ്റെ ന്യൂട്രൽ ഫേസും ഇൻപുട്ടിൻ്റെ ന്യൂട്രൽ ഫേസും. അപ്പോൾ ഇനിയാണ് നമ്മൾ MPPTയിലേക്ക് കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ അറിയേണ്ടത്. ഇത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ആയിരിക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ വന്നത്, ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വന്നത്. അപ്പോൾ നമ്മളതാ ന്യൂട്രലും ഫേസും വയർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രിഡിൽ നിന്ന് ഇൻവെർട്ടറിലേക്ക് കൊടുക്കണം. അതിൽ ഇതുപോലെ ഈ കാണുന്ന ഈ പോസിറ്റീവ് വയർ കട്ട് ചെയ്യണം. പെട്ടെന്ന് മനസ്സിലാവും. ഈ പോസിറ്റീവ് വയർ നമ്മൾ നീളത്തിനനുസരിച്ച് കട്ട് ചെയ്ത് എടുക്കണം. നമ്മളിപ്പോൾ നീക്കി എവിടെയെങ്കിലും വെക്കണമെങ്കിൽ ആ കണക്കിന് വേണം നമ്മൾ സെറ്റ് ചെയ്യും. കട്ട് ചെയ്ത് ഇനി ഈ 2 വയർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ എന്താ ഈ 2 വയർ അപ്പോൾ ക്രിമ്പ് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതുപോലുള്ള എണ്ണം, അപ്പോൾ ഇതുപോലെ ഞാനൊരു ബോക്സായിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പീസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി, ഞാൻ അയച്ചു തരാം. അല്ലെങ്കിൽ ഓൺലൈനിൽ കിട്ടും നമുക്ക്. ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇട്ടേക്കാം മേടിക്കാൻ. ഇതാണ് നമ്മളെ ക്രിമ്പിങ് ടൂള്. ഈ കണക്ടർ കയറ്റി വയ്ക്കുക, ഇത് വെച്ച് പ്രസ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാവും. അപ്പോൾ ബാക്കി വരുന്നത് ഇത് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ മാറ്റിയെടുക്കുമ്പം നമ്മൾ ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്തൊന്നും കട്ട് ചെയ്തിട്ടുകളായില്ല.
കാര്യം ഇത് കയ്യിലും കാലിലൊക്കെ കയറിക്കൊള്ളും. സിമ്പിൾ പരിപാടി. ഇതാ നമ്മളെ പോസിറ്റീവ് വയറിനെയാണ് നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഇൻവെർട്ടറിൽ നിന്ന് വരുന്നത്, ഇത് നമ്മൾ KSEBയിൽ നിന്ന് ഇൻവെർട്ടറിലേക്ക് വരുന്നത്. അപ്പോൾ അതിനെ ഇനി കൊടുക്കാനുള്ളത് ഇതാ കാണാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണം ഒറ്റയ്ക്കാണ്, അപ്പോൾ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതാ ഗ്രിഡ് ഫേസ് ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ ഇന്നും ഉണ്ട് ഔട്ടും ഉണ്ട്. ഇന്ന് നമ്മൾ KSEBയിൽ നിന്ന് വരുന്നതാണ്. ഇതാ ഇന്നിതാ KSEBയിൽ നിന്ന് വരുന്നതാണ്, ഈ പ്ലഗിൽ നിന്ന് വരുന്നതാണ് ഇന്ന്. അത് നമ്മൾ ഇതാ ഇതിൽ കൃത്യമായിട്ട് കൊടുക്കണം. ഇൻപുട്ടിൽ ഇതാ ഇന്നെന്ന് എഴുതിയിട്ടുണ്ട്, ആ ഇന്നിലാണ് കൊടുക്കേണ്ടത്. ഇന്ന് കൊടുത്തിട്ടുണ്ട്. ഔട്ട് നമ്മളെ ഇൻവെർട്ടറിൻ്റെ വയറാണ്. ഈ കൊടുത്തേക്കുന്ന വയറാണ് ഔട്ടിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു വയറെടുത്ത് കട്ട് ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ 2-3 നമ്മൾ പീസ് വയറൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഡൗട്ടായിരിക്കും. ഇത് നമ്മൾ ഔട്ടിലേക്ക് ഇൻവെർട്ടറിലേക്ക് പോകണത് ഔട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സോളാർ ഇൻവെർട്ടറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻ. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഒരു പ്ലഗ് നമ്മളെ KSEBയിലേക്ക് കൊടുക്കേണ്ടത്. ലൈനിൻ്റെ കണക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളിപ്പം ബൾബ് ഇട്ടേക്കണം, നമ്മൾ വീട്ടിലേക്കുള്ള ലോഡ്. ഇത് നമ്മൾ KSEBയിലേക്ക് കൊടുക്കേണ്ടത്. ഇവിടെ ഒരു പവർ പ്ലഗ് ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഈ കാണുന്ന പവർ പ്ലഗിലേക്ക് നമ്മൾ കൊടുക്കുന്നത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഓണാക്കി വെക്കാം. ഓണാക്കിയിട്ടുണ്ട്. ഇതാ നമുക്ക് ലോഡ് ഓണായിട്ടുണ്ട്. കാര്യം ബൈപ്പാസ്സായി കിടക്കും. ഇൻവെർട്ടർ ഓണാക്കിയില്ലെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിലേക്ക് ലൈൻ പോകും. നമുക്ക് KSEBയിൽ നിന്ന് ബൈപ്പാസ്സായിട്ട് നമ്മളെ വീട്ടിലേക്ക് ലൈൻ പോകും. അപ്പോൾ മെയിൻസ് 243 വോൾട്ട് ഉണ്ട് കേട്ടോ. മെയിൻസ് ഓണും. ബാറ്ററി വോൾട്ട് 25.9. ഇപ്പോൾ സോളാർ മോഡ് ഓഫാക്കി കഴിഞ്ഞാൽ സോളാർ മോഡ് ഓണാണ്. സോളാർ മോഡ് ഓഫായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ KSEBയിൽ നിന്നും ബാറ്ററി ചാർജ് ആകും. മെയിൻസ് ചാർജിങ് ഇപ്പോൾ കാണിക്കും. മെയിൻസ് ഓണാണ്. മെയിൻസ് ചാർജിങ് ഇതാ ഓണായിട്ടുണ്ട്. അപ്പോൾ റിലേ ഓണായി കഴിഞ്ഞാൽ നമുക്ക് മെയിൻസ് ഓഫാക്കും. നമുക്ക് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ സോളാർ മോഡ് ഓണാക്കിയില്ലെങ്കിലും നമുക്ക് റിലേ ഓണായി കഴിഞ്ഞാൽ നമ്മളെ മെയിൻസ് ചാർജിങ് ഓഫ് ചെയ്യും. അപ്പോൾ നമ്മളെ റിലേ ഓണാവുന്നത് ഈ കാണുന്നത് പോലെയാണ്. ഈ റിലേ എന്ന് എഴുതിക്കുന്ന ഭാഗത്ത് ഒരു ബ്ലൂ കളറിലുള്ളൊരു LED ഇൻഡിക്കേറ്റർ തെളിയും. അപ്പോൾ റിലേ ഓണായി കഴിഞ്ഞാൽ നമ്മളത് ഈ കാണുന്ന ഈ 2 വയർ ഇന്ന് ഔട്ട് ഇത് രണ്ടും കോണ്ടാക്റ്റ് കാണൂല. അപ്പോൾ അതാണ് ഈ ഒരു റിലേയുടെ ഒരു ഫങ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ കോണ്ടാക്റ്റ് വരാത്തത് കൊണ്ട് നമുക്ക് നമ്മളെ ഇൻവെർട്ടറിൽ ബാറ്ററി ചാർജ് ആവാനും പറ്റില്ല. അപ്പോൾ നോർമൽ ഇൻവെർട്ടറാണ് എന്നുണ്ടെങ്കിൽ ഈ MPPT വയ്ക്കുമ്പം ഇതാണ് സംഭവിക്കുന്നത്. റിലേ ഓണായി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ കോണ്ടാക്റ്റ് പോകും. ഇവിടുത്തെ കോണ്ടാക്റ്റ് പോകുമ്പോഴത്തേക്കും നമ്മൾ ഇൻവെർട്ടർ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യിക്കില്ല. അതുപോലെ തന്നെ ഈ റിലേ ഓഫായി കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ റിലേ ഓഫ് ആകുമ്പോഴത്തേക്കും ഇവിടെ കോണ്ടാക്റ്റ് വരികയും ചെയ്യും. നമ്മൾ ഇൻവെർട്ടർ ബാറ്ററി ചാർജിങ്ങിലേക്ക് മാറ്റുകയും ചെയ്യും. അപ്പോൾ അതിനാണ് സോളാർ ഇൻവെർട്ടറിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു സോളാർ മോഡിൻ്റെ ഈ ഒരു സ്വിച്ച് ഓണാക്കുന്നതോടുകൂടി നമുക്ക് ബാറ്ററി ചാർജിങ് ഒഴിവായി കിട്ടും. അപ്പോൾ സാധാരണ ഇൻവെർട്ടർ നമുക്ക് സോളാറിലേക്ക് MPPT വെച്ച് മാറ്റാം. പക്ഷേ ഇതാണ് കാരണം. സാധനങ്ങൾ വാങ്ങിക്കാനുള്ള പൈസയേ ഉള്ളൂ. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സിമ്പിളെന്ന് പറയുമ്പോൾ ഇങ്ങനെ വെച്ച് ചെയ്യാൻ സിമ്പിളായിരിക്കും. പക്ഷേ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് സിമ്പിളല്ല, അത്യാവശ്യം നല്ല ജോലിയുണ്ട്.